പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മാർച്ച് മാസം 4-ാം തീയതി ചൊവ്വാഴ്ച. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നമുക്കേവർക്കും സന്തോഷവും അനുഗ്രഹവും നന്മയും നിറയുന്ന ഒരു ധന്യദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ജെറമ്യ Chapter 5, verses 30 and 31 നാം ഇപ്രകാരം വായിക്കുന്നു. വിസ്മയവും ഭയങ്കരവുമായുള്ള ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എന്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു. എന്നാൽ ഒടുവിൽ നിങ്ങൾ എന്ത് ചെയ്യും? കരയുന്ന പ്രവാചകൻ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന യിരെമ്യാവ് ദൈവിക അരുളപ്പാട് യാക്കോബ് ഗൃഹത്തോട്, ഇസ്രയേലിനോട് അറിയിക്കുകയാണ്. നാം ഈ 5-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രയേൽ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നും ദൈവിക ആലോചനയിൽ നിന്നും എത്രയോ മാറിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഇവിടെ പറയുന്നുണ്ട്, ദൈവഭയമേ അവർക്കില്ല. മുൻമഴയും പിന്മഴയും ഒക്കെ കിട്ടി. ഇത് അനുഗ്രഹമായിട്ടങ്ങ് പോകുന്നു. അത് തന്ന ദൈവത്തെക്കുറിച്ചൊരു ഭയവുമില്ല. ഭവനത്തും ദേശത്തും എല്ലായിടവും വഞ്ചന നിറഞ്ഞിരിക്കുന്നു. വേടന്മാരെ പോലെ കുടുക്കുവെച്ച് ആളുകളെ തകർക്കുന്നു. അങ്ങനെ ഭവനത്തിലും ദേശത്തും ആത്മീയ പശ്ചാത്തലങ്ങളിലും പ്രതികൂലത്തിന്റെ കാറ്റ് വളരെ ശക്തമായി അടിച്ചുലയുകയാണ്. ഇതിനെതിരെ ദൈവിക ആലോചന ശക്തമായി പറയുകയാണ്. ദേശത്ത് ഭയങ്കരവും വിസ്മയമായുള്ളത് നടക്കുകയാണ്. അതിന് ആമീൻ ചൊല്ലുവാനും ഒത്താശ ചൊല്ലുവാനും എല്ലാവരുമുണ്ട്. അത് ആത്മീയ കൂട്ടത്തിൽ നിന്നുണ്ട്, രാഷ്ട്രീയ കൂട്ടത്തിൽ നിന്നുണ്ട്, സാമൂഹിക കൂട്ടത്തിൽ നിന്നുണ്ട്, എല്ലായിടത്തു നിന്നുമുണ്ട്. ജനത്തിനത് ഇഷ്ടവുമാണ്. പ്രിയ ദൈവമക്കളെ, നാം ഏകദേശം ഒരാഴ്ചയായിട്ട് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ നമുക്ക് നൽകുന്ന അതിഭീകരമായ വാർത്തയുടെ പിന്നാലെയാണ്. ചെറുപ്പക്കാർ, അമ്മമാരെ എത്രയും അധികമായി സ്നേഹിക്കേണ്ട അവരുടെ ഓമന ആൺമക്കൾ അതിദാരുണമായി കൊല ചെയ്യുന്നു. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, വളരെ ഭീകരമായ നിലയിൽ, മൃഗീയമായ നിലയിൽ അറുംകൊല ചെയ്യുന്നു. ഒരു ഭാവഭേദവുമില്ല, ഒരു ഭയവുമില്ല. നാം ഈ ദിവസങ്ങളിൽ കണ്ടു, 10ാം ക്ലാസ് വരെ ഒന്നിച്ചു പഠിച്ച കുഞ്ഞുങ്ങൾ. നോക്കുക, എത്ര ഭീകരമായ അവസ്ഥകൾ നമുക്ക് ചുറ്റും നടക്കുകയാണ്. ഓർക്കണം, നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ഇസ്രയേൽ ജനത്തിന്റെ ഇടയിൽ നടമാടിയ ദുഷ്പ്രവണത പ്രവാചകനിൽ കൂടെ ദൈവം അവർക്ക് വെളിപ്പെടുത്തുകയും ഓർമ്മപ്പെടുത്തുകയും താക്കീത് ചെയ്യുകയും ചെയ്യുമ്പോൾ 2025 മാർച്ച് മാസം 4-ാം തീയതി ചൊവ്വാഴ്ച നമ്മുടെ നാട്ടിൽ
നമുക്ക് ചുറ്റും നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും ഇതിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എത്ര വേദനാജനകമാണ്. അതിന് പല വിധങ്ങളിൽ സഹായഹസ്തം നീട്ടുവാൻ, അങ്ങനെ അവരെ പരിപോഷിപ്പിക്കുവാൻ, അത് ഏത് മേഖലയിൽ നിന്നുമായിക്കൊള്ളട്ടെ, ഇന്ന് ദുഷ്ടനെ വളരെ ശക്തമായി പ്രകീർത്തിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിനകത്തിൽ നാം ഒക്കെ അറിഞ്ഞും അറിയാതെയും പങ്കുകാരായി തീർന്നിരിക്കുന്നു. ജനത്തിന് ഇതൊക്കെ ഇഷ്ടമായി വന്നിരിക്കുകയാണ്. കാരണം എന്നെ ബാധിക്കുന്നില്ല, എന്റെ കുടുംബത്തിലോ എന്റെ മക്കൾക്കോ പ്രശ്നമില്ല, പിന്നെ എന്ത് നടന്നാൽ എന്താണ്. പക്ഷേ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ അവസാനം ഒരു ചോദ്യത്തോടുകൂടെയാണ് അവസാനിക്കുന്നത്. നമ്മൾ 30-31 അവസാന ഭാഗത്തിന് തൊട്ടു മുമ്പ് വരെ ഇന്ന് എത്തി നിൽക്കുകയാണ്. എല്ലാവർക്കും മൗന അനുവാദമെന്നോ സമ്മതമെന്നോ അല്ലെ അവഗണന എന്നോ ഒക്കെ അതിനെ പറയാം. പക്ഷേ ഇന്നത്തെ വാഗ്ദത്ത വചനം അവസാനിക്കുന്നു. അവസാനം നിങ്ങൾ എന്ത് ചെയ്യും? ഇന്നലെ വരെ എവിടെയോ ദൂരെ നമുക്കറിയാത്ത ഒരു പ്രദേശത്ത് നമുക്കറിയാത്ത ആളുകൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ധാരണ. ഇന്നത് നമ്മുടെ മുറ്റത്തല്ല, നമ്മുടെ ഭവനത്തിനകത്ത് എത്തി നിൽക്കുന്നു. വഷളത്വവും അതിക്രമയും ഭീകരതയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹം. അതിനകത്തിൽ കൊച്ചുപ്രായമെന്നോ ടീനേജ് എന്നോ യുവാവെന്നോ മധ്യവയസ്കനെന്നോ അല്പം പ്രായം കൂടിയാണെന്നോ ഒന്നും വ്യത്യാസമില്ല. എല്ലാവരിലും ഇതേ ദുഷ്ട ആത്മാവിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് വാർത്താ മാധ്യമങ്ങൾ നമുക്ക് നൽകുന്ന സൂചനകളും വാർത്തകളും. എന്നാൽ അവസാനത്തെ ചോദ്യം, നിങ്ങൾ ഈ പോക്ക് പോയാൽ അവസാനം എന്ത് ചെയ്യും? ഒരു വിധത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നാം എന്ത് ചെയ്യും? ഇതിനൊരു അറുതി എവിടെയാണ്? എങ്ങനെയാണ്? എന്നാണ്? 2-3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുകയാണ്. 1, സമയഭേദം കൂടാതെ കാലഭേദം കൂടാതെ നമ്മുടെ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യമാണിത്. ഞാൻ വളരെ വേദനയോടെ ഈ പ്രഭാതത്തിൽ പറയട്ടെ, നമ്മുടെ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിച്ച ഒരു കൂട്ടം മാതാപിതാക്കൾ നമുക്കുണ്ടായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു 10-15 വർഷം പുറകിൽ ആ തലമുറയൊക്കെ നിത്യതയിൽ ചേർക്കപ്പെട്ടു. അല്ല, കുറച്ചുപേരൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് പ്രായാധിക്യവും ഓർമ്മക്കുറവും ക്ഷീണത്തിലുമായി അവർക്ക് പ്രാർത്ഥിക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ചുരുക്കം ചിലർ നമ്മുടെ ദേശത്ത് കാണും. എന്നാലും അവരിൽ ഭൂരിഭാഗം പേരവും അക്കരെ നാട്ടിലെത്തി. ഇന്ന് ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആളില്ല, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആളില്ല. നമ്മുടെ പിതാക്കന്മാർ അതിരാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ, പേമാരികൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ഭൂകമ്പങ്ങൾ, വിഷപ്പാമ്പുകൾ, പേപ്പട്ടി, പകർച്ചവ്യാധി,
അതുപോലെയുള്ള ദുഷ്ടശക്തികളുടെ പ്രേരണ, അന്ധകാര ശക്തികളുടെ വാഴ്ചകൾ, ഇവ ഒന്നും നമ്മുടെ ദേശത്തോ പ്രിയപ്പെട്ടവരിലോ വരാതെ ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് മടങ്ങി വരാം. എന്നെ കേൾക്കുന്ന അമ്മമാരെ, ഉണർന്ന് പ്രാർത്ഥിക്കാം. 2, ദൈവവചനം നമ്മുടെ തലമുറയ്ക്ക് കൈമാറാം. നിർഭാഗ്യവശാൽ കഴിഞ്ഞ ഒരു 20-30 വർഷമായി നമ്മുടെ തലമുറയ്ക്ക് ദൈവവചനം കൊടുക്കുന്നതിന് പകരമായി പാഠപുസ്തകങ്ങൾ നൽകുകയുണ്ടായി. അത് വേണ്ടാന്നല്ല, ഞായറാഴ്ചയെന്നില്ല, തിങ്കളാഴ്ചയെന്നില്ല, എല്ലാ ദിവസവും പാഠപുസ്തകങ്ങളായി. കുടുംബപ്രാർത്ഥന നടക്കുന്ന സമയത്തും കുഞ്ഞുങ്ങളെ വിളിച്ച് കുടുംബപ്രാർത്ഥനയ്ക്ക് ഇരുത്താതെ ആ സമയം കൂടെ പഠിക്കുവാൻ പറഞ്ഞ മാതാപിതാക്കൾ ഇന്ന് അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഓടുകയാണ്. ഞാൻ പറഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഭവനത്തിൽ നിന്ന് ആര് പഠിക്കുവാനോ ജോലിക്കോ വിദേശത്തോ എങ്ങോട്ട് പോയാലും നമ്മുടെ അമ്മമാർ, പിതാക്കന്മാർ എത്ര രൂപയില്ലെങ്കിലും പുതിയ പാൻസും ഷർട്ടുമല്ല മേടിച്ചു കൊടുത്തിരുന്നത്. എങ്ങനെയെങ്കിലും ഞെരുങ്ങി അവർ ഒരു പുതിയ ബൈബിൾ വാങ്ങിക്കൊടുത്തയക്കുമായിരുന്നു. ആ സ്ഥാനമൊക്കെ ഇന്ന് മറ്റു പലതും അപഹരിച്ചിരിക്കുന്നു. പാഠപുസ്തകം മാറി ഇന്ന് ആ സ്ഥാനത്ത് ലാപ്ടോപ്പും മൊബൈലുമായി. അപ്പോൾ ചോദിക്കും, വേണ്ടേ? വേണം. ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ അത് അഭിവാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. അത് നാം കണ്ടുവരുന്ന പത്രമാധ്യമങ്ങളിലും അനേക പ്രശ്നങ്ങളുടെയും പ്രധാനപ്പെട്ട വില്ലനായി മാറത്തക്കവണ്ണം നമ്മുടെ തലമുറയെ സ്വാധീനിച്ചിരിക്കുന്നു. ദൈവവചനം മാറ്റിവെച്ചു. ആ സ്ഥാനം കാലാകാലങ്ങളായി ഓരോന്ന് കൈയടക്കിയപ്പോൾ വചനം ചോദിക്കുന്നു, അവസാനം നിങ്ങൾ എന്ത് ചെയ്യും? ഓർപ്പിച്ചു. 1, പ്രാർത്ഥനയിലേക്ക് നമുക്ക് മടങ്ങി വന്ന് ഈ പ്രതികൂലത്തെ അതിജീവിക്കാം. 2, ദൈവവചനം. അതെ, ഇത് അത്യന്താപേക്ഷിതമാണ്. ഈ ദൈവവചനമാണ് പാപബോധമുളവാക്കുന്നത്, തെറ്റ് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നത്. നമ്മുടെ തലമുറയ്ക്ക് നൽകാം. അവസാനം നിങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിന്, അതെ, ഞങ്ങൾ ദൈവവചനത്തിലേക്ക് മടങ്ങി വന്നു എന്ന്, യഥാസ്ഥാനപ്പെട്ടു എന്ന് പറയുവാൻ ഇടയാകട്ടെ. 3, നമ്മുടെ നിന്നുപോയ, നഷ്ടപ്പെട്ടു പോയ ആരാധനയിലേക്ക് മടങ്ങി വരാം. കൂട്ടായ്മകൾ നഷ്ടപ്പെട്ടു. ഒറ്റപ്പെട്ടുള്ള ജീവിത രീതികൾ, ഏകാന്തതകൾ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹം, ഒരു ഫെലോഷിപ്പിന്റെ അനുഭവം നിന്നുപോയി. അതിന്റെ പ്രധാന കാരണം നമ്മുടെ പിതാക്കന്മാർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഈ തലമുറയെ അനവധിയായി അനുഗ്രഹിച്ചു. ഒരു വിധത്തിൽ പറഞ്ഞാൽ സാമ്പത്തികമായ ദൈവം ഉയർത്തി, എല്ലാ നിലകളിലും മാനിച്ചു. അപ്പോൾ ബന്ധങ്ങൾ ശിഥിലമായി, മറ്റാരുടെയും ആവശ്യമില്ലാതെയായി. അത് ആരാധനയിലും സഭയിലും നിഴലിക്കുവാൻ തുടങ്ങി. ദൈവത്തെ പോലും വേണ്ട എന്നുള്ള നിലയിൽ എത്തിച്ചേർന്നു. അതാണ് യിരെമ്യാവ് 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്.
മുൻമഴയും പിന്മഴയും വേണ്ടതെല്ലാം നൽകുന്ന ദൈവത്തെ ഭയക്കേണ്ട ആവശ്യമില്ലാതായി. എല്ലാ നിലകളിലും ദൈവത്തിൽ നിന്നും അകന്നുപോയി. നഷ്ടപ്പെട്ട കൂട്ടായ്മ മടക്കി പ്രാപിക്കണം. ഏദൻ തോട്ടത്തിൽ എല്ലാ ദിവസവും വൈകുമ്പോൾ, വെയിലാറുമ്പോൾ പിതാവാം ദൈവം തന്റെ സൃഷ്ടികളുമായി ഒരു വലിയ സംസർഗത്തിൽ, കൂട്ടായ്മയിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നഷ്ടമായി. ആ നഷ്ടം നികത്തുവാൻ തന്റെ ഓമനകുമാരനെ, ഏകപുത്രനായ യേശുവിനെ മാനവലോകത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാൽവറി കൊലക്കളത്തിൽ യാഗമാക്കി. അത് ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞ് യഥാർത്ഥ കൂട്ടായ്മയിലേക്ക് മടങ്ങി വരാം. അതുകൊണ്ട് നമുക്ക് ചുറ്റും അസംഭവ്യമായത്, വിസ്മയകരമായത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പൊട്ടുവിടരുമ്പോൾ നാം വിചാരിക്കും, ഇന്ന് ജനങ്ങൾ മത്സരിച്ച് ഏറ്റവും ഹീനകരമായ കാര്യം നവീന ആശയത്തിൽ, പുതിയ പുതിയ നൂതന മാർഗങ്ങളിൽ കൂടെ പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തി എത്ര നികൃഷ്ടവും നിഷ്ഠൂരവുമായ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഇതിന് ഒരു അറുതി വേണം. അതിനെന്ത് ചെയ്യണം? ശക്തമായി പ്രാർത്ഥിക്കണം. കഴിഞ്ഞ 5 വർഷത്തിലധികമായി ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ ശ്രോതാക്കളോട് ഞാൻ വളരെ വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ്, നമ്മുടെ കേരളത്തെ ഓർത്ത് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ 5 മിനിറ്റ് മാറ്റിവെച്ച് പ്രാർത്ഥിക്കണം. അത് സഭയോ മതമോ ജാതി രാഷ്ട്രീയമോ ഇതിനൊക്കെ അതീതമായി നാം പാർക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഒരു ദൈവവൈതലിന്റെ ഉത്തരവാദിത്തമാണ്, ചുമതലയാണ്. അത് നാം പാലിക്കണം. നമ്മുടെ കുറവുകളെ ഏൽപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തിന് സൗഖ്യം വരുമെന്ന്, അതെ, ഒന്നാമത്തെ ദൈവാലയം പ്രതിഷ്ഠിക്കുമ്പോൾ ദൈവം ശലോമോനോട് പറഞ്ഞ കാര്യമാണ്. അത് നമുക്ക് പാലിക്കാം. ദൈവവചനത്തിലേക്ക് മടങ്ങി വരാം. വചനം വായിക്കുവാനും അത് പഠിക്കുവാനും അത് ശ്രവിക്കുവാനും സമയം കണ്ടെത്താം. തലമുറകളിലേക്ക് കൈമാറാം. ദുഷ്ട സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും വരുമ്പോൾ വചനം കൊണ്ടതിനെ ജയിക്കുവാൻ തമ്പുരാൻ സഹായിക്കട്ടെ. 3, നിന്നുപോയ, നഷ്ടപ്പെട്ട കൂട്ടായ്മയിലേക്ക്, ആരാധനയിലേക്ക്, ദൈവകൃപയിലേക്ക് മടങ്ങി വരാം. അങ്ങനെ ഈ പ്രതിസന്ധിയെ നമുക്ക് അതിജീവിക്കാം. വേദനയിലും സങ്കടത്തിലും വിഷമത്തിലും ഭാരത്തിലുമായിരിക്കുന്ന ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ഞാനും വളരെ വേദനയോടെ പങ്കുവെക്കുകയാണ്. അനേക ഭക്തന്മാർ ജനിച്ച് ശുശ്രൂഷിച്ച് വചനം കൈമാറിയ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കേരളം ഇന്ന് പിശാചിന്റെ കരാള ഹസ്തങ്ങളിൽ പെട്ടിരിക്കുന്നു. ദൈവമക്കൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. സഭ ഉണരണം. നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതേറ്റെടുക്കണം. അങ്ങനെ യിരെമ്യാവിൽ കൂടെ ചോദിച്ച ചോദ്യത്തിന് നമുക്ക് 2025 മാർച്ച് 4 മറുപടി കൊടുക്കാം. അതെ, കുറവുകൾ ഞങ്ങൾ സമ്മതിക്കുന്നു, ഏറ്റെടുക്കുന്നു. വീഴ്ചകൾ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾ ശക്തമായി പ്രാർത്ഥനയോടെ മടങ്ങി വരും. ദൈവവചനത്തിലേക്ക് മടങ്ങി വരും. ആരാധനയിലേക്ക് മടങ്ങി വരും. അങ്ങനെ ഈ പ്രതിസന്ധിയെ ഞങ്ങൾ അതിജീവിക്കും. ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഞങ്ങൾ മടങ്ങിയെത്തും. അങ്ങനെ ഞങ്ങളുടെ ക്ലേശം മാറും, നിരാശ മാറും. ഞങ്ങളുടെ തലമുറകളിൽ വ്യാപരിക്കുന്ന ദുഷ്ടന്റെ സകല സ്വാധീനങ്ങളും മാറും.
സകല അന്ധകാര കെട്ടുകളും മാറും. കുടുംബത്തിൽ, സഭയിൽ, ദേശത്ത് സമാധാനവും സന്തോഷവും നിറയും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ദൈവമക്കളാകുന്ന നമ്മളിൽ കൂടെ ഇടയാവട്ടെ. കർത്താവിന്റെ രണ്ടാം വരവ് വരെ നമ്മുടെ തലമുറ, നമ്മുടെ ദേശം ദൈവകൃപയെ കൊണ്ട് നിറയുന്ന ഒരു ദേശവും ഒരു തലമുറയുമായി മുൻപോട്ട് പോകട്ടെ. അങ്ങനെ നാം നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യങ്ങൾ മാത്രം നേടിയെടുക്കുന്ന സ്വാർത്ഥരായി തീരാതെ ഇന്നത്തെ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ കൊള്ളട്ടെ. ഈ ചോദ്യം ഹൃദയത്തിൽ കൊള്ളുമ്പോൾ കുടുംബത്തിൽ ചലനമുണ്ടാകും. അങ്ങനെ കുടുംബങ്ങളിൽ ചലനമുണ്ടാകുമ്പോൾ നമ്മുടെ സഭയിൽ ചലനമുണ്ടാകണം. നമ്മുടെ സഭകളിൽ ചലനമുണ്ടാകുമ്പോൾ ദേശത്ത് അത് പ്രതിഫലിക്കുവാൻ തുടങ്ങും. അതെ, യിരെമ്യാവിന്റെ ചോദ്യത്തിന് നമുക്ക് മറുപടി പറയാം. ഇന്നത്തെ ദിനം സന്തോഷത്തിന്റെയും വിടുതലിന്റെയും മടങ്ങിവരവിന്റെയും ദൈവകൃപയുടെയും ദിനമായി കർത്താവിനെ സേവിപ്പാൻ, കർത്താവിനെ മാനിപ്പാൻ, ദൈവകൃപയോടെ നിൽപ്പാൻ സർവശക്തനായ ദൈവം നമ്മ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദേശത്ത് ഭയങ്കരവും വിസ്മയമായിട്ടുള്ളത് നടക്കുമ്പോൾ ഞങ്ങൾ മൗനമായിരിക്കാതെ, അത് നടക്കട്ടെ എന്ന് ചിന്തിക്കാതെ, അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളതിൽ പങ്കുചേരാതെ അവസാനം നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള വലിയ ചോദ്യത്തിന് മുമ്പാകെ ഞങ്ങളിതാ പ്രാർത്ഥനയോടെ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് ആരാധനയിലേക്ക് കൂടി വരുവാൻ ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ആഹ്വാനത്തിനായി സ്തോത്രം. ദൈവവചനപ്രകാരം ഞങ്ങളെ കാണുവാൻ, കുറവുകളേറ്റു പറയുവാൻ, സമർപ്പിക്കുവാൻ, പുതിയ പ്രതിഷ്ഠയോടെ അങ്ങേക്ക് വേണ്ടി നിലകൊള്ളുവാനും ഞങ്ങളുടെ ദേശത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാനും ഭക്തന്മാരായ പ്രവാചകന്മാരോട് വെല്ലുവിളി പോലെ ചോദിച്ചപ്പോൾ അടിയനെ അയക്കണമെന്ന് പറഞ്ഞ വലിയ മാതൃക ഞങ്ങളും ഏറ്റെടുക്കുവാൻ സഹായിക്കണം. നീ ദൈവവചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം. അവർ തങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിനു വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദേശത്തിനു വേണ്ടി, ഞങ്ങളുടെ സംസ്ഥാനത്തിനു വേണ്ടി, രാഷ്ട്രത്തിനു വേണ്ടി, ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ജാഗരൂകരായി തീരുവാൻ ഇടയാക്കണമേ. ഇന്നത്തെ ദിനം എല്ലാ നിലകളിലും ഞങ്ങളെ അനുഗ്രഹിച്ച് ദൈവകൃപയോടെ പരിപാലിക്കണമെന്ന് യേശു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം സാധാരണ കേൾക്കുന്നതിലും വ്യത്യസ്തമാണ്. കാരണം നാം കടന്നു പോകുന്ന ദിനരാത്രങ്ങൾ അതുപോലെ വേദനാജനകമാണ്. ഇത് കണ്ടിട്ട് നാം അടങ്ങിയിരിക്കരുത്, മൗനമായിരിക്കരുത്. നമുക്ക് ചെയ്യാവുന്നത് ശക്തമായി പ്രാർത്ഥിക്കുക, ദൈവവചനത്തിലേക്ക് ജനത്തെ ആനയിക്കുക, ആരാധനയിലേക്ക് മടക്കി വരുത്തുക. ഈ നിലകളിൽ നമ്മുടെ കുടുംബവും സഭയും ദേശവും ദൈവത്തിലേക്ക് മടങ്ങി വന്ന് ദൈവത്തിന്റെ ആലോചന കേട്ട് അനുഗ്രഹം പ്രാപിച്ച് നന്മയും സമാധാനവും സന്തോഷവും ദൈവകൃപയും നിറയുന്ന ഒരു ധന്യ ജീവിതത്തിന്റെ ഉടമകളായി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.